താനിങ്ങനെ വലിയ വലിയ വക്കീലന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നെ പേടിപ്പിക്കാണ്ട് നാക്കടുത്ത് എന്തെങ്കിലും പറയടോ. കിട്ടി മുതലാളി, കിട്ടി. ഒരേ സമയം ആ രണ്ട് യക്ഷികളെയും ആണിയടിച്ച് തറയ്ക്കാനുള്ള തന്ത്രം എന്റെ കയ്യിലുണ്ട്. ഇനി ഒരു കല്യാണത്തെ പറ്റിയാണ് താൻ പറയാൻ പോകുന്നതെങ്കിൽ കെട്ടിക്കാൻ എനിക്കിനി മക്കളില്ല. പക്ഷെ പ്രായം തെളിഞ്ഞു നിൽക്കുന്ന ഒരാൾ വേറെ ഉണ്ട്. താൻ കെട്ടിയിട്ട് എനിക്ക് എന്തോ പുണ്യം? എന്റെ കാര്യമല്ല മുതലാളി. ഈ ശരീരവും വെച്ച് ഇനി ഒരു കല്യാണം ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല മുതലാളി. അമ്മായി അമ്മ ഇല്ലാത്ത എല്ലാ കുടുംബങ്ങളിലും മരുമക്കൾക്ക് വാല് മുളച്ചിട്ടുണ്ട്. ഞാനതിന് സാക്ഷിയാ മുതലാളി. അങ്ങനെയുള്ള പല കേസുകളും കഴിവുള്ള വക്കീലന്മാർ കോടതിയിൽ വാദിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ. മുതലാളിയുടെ വീട്ടിലെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരു അമ്മായി അമ്മയുടെ കുറവാ. അന്തം വിട്ട പ്രതിക്ക് എന്തും ചെയ്യാം മുതലാളി. വലതുകാല് വെച്ച് കേറിക്കോളൂ. ആരതിയില്ലേ? ആ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മരുമക്കളുടെ പേര് പൗർണമിന്നും പഞ്ചമിന്നാന്ന്. ആരതിയല്ല, ദേ ഇത് നോക്കി നിൽക്കാതെ അമ്മ ആരതി ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റി മക്കളെ. രമേ, ഈശ്വര, ഇവിടത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. മതി. തീ വേണമെന്നല്ലേ ഉള്ളൂ, ഇത് തന്നെ ധാരാളം. ചേട്ടൻ കയറിയാട്ടെ. വലത് കാല് വെച്ച് കയറിയേട്ടാ. ഏത്? ദേ ഈ കാല്. ഓ, മെഴുകുതിരിയോളുള്ളെങ്കിലും വക്കീലും എടുക്കണേട്ടോ. മോനെ രമണ, അച്ഛയും കൂട്ടി ഒന്ന് ഇങ്ങോട്ട് വാ. മോനെ രമേശ, നീയും അച്ഛയും കൂട്ടി ഒന്ന് ഇങ്ങോട്ട് വാ. ഇത് രമണൻ, എന്റെ കടിഞ്ഞൂൽ സന്തതി. കൂടെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് അവന്റെ ഭാര്യ പൗർണമി. ഇവളുടെ തന്തയ്ക്ക് പട്ടണത്തിൽ വലിയ തുണിക്കടയുണ്ട്, പക്ഷെ അങ്ങേർക്ക് നാണല്ല. ഇത് ഇളയ മകൻ രമേശൻ. കൂടെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് അവന്റെ ഭാര്യ പഞ്ചമി. ചാരായത്തിനാണ് സമ്പാദിച്ചതെങ്കിലും ഇവളുടെ തന്തയേക്കാൾ കുറച്ച് ഭേദമാണ് അവളുടെ തന്ത. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എന്റെ പേര് പാർവതി. അമ്മ മലയാളിയും അച്ഛൻ തെലുങ്കിനുമാണ്. അതുകൊണ്ട് ജനിച്ചതും 15 വയസ്സ് വരെ വളർന്നതും ആന്ധ്രയിലെ ഗുണ്ടൂരിലാണ്. അച്ഛൻ മരിച്ച ശേഷം ഞങ്ങൾ കുടുംബസമേതം നാട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇത് ശിവപാർവതി തന്നെ. പാർവതിയെ നിങ്ങൾക്ക് അമ്മയായിട്ട് കാണാൻ പറ്റില്ലായിരിക്കും, എന്നാലും അച്ഛന്റെ ഭാര്യയാണ്. അത് ഓർമ്മ വേണം. ആ സ്ഥാനവും ബഹുമാനവും പാർവതിക്ക് ഈ വീട്ടിലുണ്ടായിരിക്കണം. ഏയ്, അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? സ്നേഹവും ബഹുമാനവും ഒക്കെ പിടിച്ചു വാങ്ങാൻ പറ്റുമോ? ഞാൻ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ. പെറ്റമ്മ ആയില്ലെങ്കിൽ എനിക്ക് പോറ്റമ്മയാകാലോ. ഏയ്, സാരമില്ലെന്നേ. ഈ പിണക്കമൊക്കെ പോവാ മാറിക്കോളും. അനുജൻ ആ കാന്താരിയെ കെട്ടിക്കൊണ്ട് വന്നപ്പോഴേ എന്റെ സമാധാനം മുഴുവൻ പോയി. ഇപ്പൊ ദേ തന്ത ഗുണ്ടൂരിന്ന് ഒരു അരിച്ചാക്കിനെ ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്തോ വേണം? വീട്ടിലെ കാര്യമാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. നാട്ടുകാരോട് എന്ത് പറയും? ഓഹോ, രമയ്ക്ക് അതാണ് വിഷമം. ഞാൻ ഇനി എന്റെ ഡാഡി എങ്ങനെ ഫേസ് ചെയ്യും? 6 മാസം ഇടവിട്ട് മക്കളുടെ അച്ഛന്റെ കല്യാണം നടക്കുന്നത് വിവാഹ കമ്പോളത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും. ഇത്ര വേഗം ഈ പിരിയാച്ചരക്കിനെ എവിടെ തപ്പിയെടുത്തു? ആ വക്കീലിന്റെ ഇടപാടല്ലേ, വല്ല ഡൈവേഴ്സ് കേസും ആയിരിക്കും. ഇത് എത്ര കാലം നീണ്ടു നിൽക്കുന്നു നമുക്കൊന്ന് കാണാലോ. നമ്മൾ ഇനി ആളുടെ നിൽക്കും? അമ്മായിയമ്മയുടെ കൂടെയോ മരുമക്കളുടെ കൂടെയോ? സംഗതികളുടെ പോക്കറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇനി തീരുമാനിക്കാനൊന്നുമില്ല. അങ്ങേരോട് ഒന്ന് ചോദിക്ക, എന്തിനുള്ള പുറപ്പാടാണെന്ന്. അച്ഛനോട് ഒരു മകൻ എങ്ങനെ അത് ചോദിക്ക? മൂക്കി പല്ലുമുളച്ച് അച്ഛന് കെട്ടാമെങ്കിൽ മോന് ചോദിച്ചാലെന്താ? ചോദിക്കല്ലേ. ഇതിന് 500 രൂപ കിട്ടില്ലല്ലോ മോനെ. ഒരു 400 രൂപ തരാം. 500 രൂപ തേച്ചാ മലയാളി. 500 രൂപ തികച്ചു തരണമെങ്കിൽ 500 രൂപയ്ക്കുള്ള സ്വർണം വേണം. ഇതാ അവിടെ ആ കൂനൻ തോമാസിന്റെ കടയുണ്ട്, അവിടെ കൊണ്ടുകൊടുക്ക്. ചെല്ലേ.
അനിയൻ എവിടെ പോയി? ഓ ചേട്ടൻ എവിടെ പോയി? ഓ അനിയൻ എവിടെ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇവിടെ വാ. എന്താ അച്ചിമാരുടെ അകമ്പടി ഒന്നുമില്ലാതെ തനിച്ച്? അച്ഛൻ കാണിച്ചത് ഭയങ്കര നാണക്കേടാ. അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും കണ്ടാ? അയ്യ, ഞങ്ങള് കല്യാണക്കാരത്തെ കുറിച്ചാ പറഞ്ഞത്. ഓ അതാണോ കാര്യം? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. നീ അതുമ്മ ചാരി നിക്കാണ്ട് നേരെ നിന്നേ. എന്നാ എന്റെ പൊന്നു മക്കൾ കേട്ടോ, എന്റെ നല്ല പ്രായത്തിൽ നിങ്ങളുടെ അമ്മ മരിച്ചു. അതീ പിന്നെ എന്റെ എല്ലാ സുഖങ്ങളും വേണ്ടാന്ന് വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത്. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടാതായി. അതുകൊണ്ടാ അച്ഛൻ രണ്ടാമതൊരു കല്യാണത്തിന് തയ്യാറായത്. വയസ്സുകാലത്ത് എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്നാലും പൗർണമിയുള്ള വീട്ടുകാരോട് എന്ത് പറയും? പഞ്ചമി അതിനേക്കാളും ടെൻഷനില്ല. പൗർണമിയുടെ അച്ഛനേക്കാളും 4 പേര് അറിയുന്നത് പഞ്ചമിയുടെ അച്ഛാ. അമ്മായിയപ്പന്മാരുടെ മഹത്വമൊന്നും ഇവിടെ ആരും വിളമ്പണ്ട. ഇതെന്റെ സ്വന്തം കാര്യ. നിങ്ങളുടെ അച്ചിമാർക്ക് എന്റെ അച്ചിയുടെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരോട് രണ്ടുപേരോടും പൊക്കോളാൻ പറയൂ. ഇവിടെ ഇടപാടുകാർ വരേണ്ട സമയമായി. ഇവിടെ നിന്ന് തട്ടി കളിക്കൊന്നും വേണ്ട. ആ പോട്ടെ, ഞാൻ എന്റെ കണ്ണടച്ചോർക്കുമ്പോ ഇവിടെ കാണാൻ പാടില്ല. പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ആ കാലക്ക് എന്തൊരു ബെസ്റ്റ് കുട്ടികള്. രണ്ടാം കെട്ടാണെന്ന് കരുതി ചടങ്ങുകളൊന്നും തെറ്റിക്കുന്ന ശരിയല്ലല്ലോ. ഒരു ഗ്ലാസ് പാല് തരൂ. ഓ അയ്യോ, പാല് ഉറയൊഴിച്ചു പോയല്ലോ. ചിലപ്പോ മറ്റേ കൊച്ചമ്മയുടെ അടുക്കള കാണും. ഓ ഇവിടെ 2 അടുക്കളയാണോ? അതെന്തായാലും സൗകര്യമായി. എന്നാ ചെല്ലട്ടെ. ഓ അതെ, മധുരം കുറച്ചൊരു ഗ്ലാസ് പാല് തരൂ. ആ അടുക്കളയെക്കാളും സൗകര്യമുണ്ട്. ഒരു ഗ്ലാസ് പാലെടുത്ത് കൊടുത്തേക്കൂ. അയ്യോ, പാല് പൂച്ച കുടിച്ചു കൊച്ചമ്മേ. അയ്യോ സോറി കേട്ടോ. ഷോ, 2 അടുക്കള ഉണ്ടായിട്ട് ഒരു ഗ്ലാസ് പാലെടുക്കാനില്ലെന്ന് വെച്ചാ? ഇന്ന് അച്ഛന്റെയും ഈ അമ്മയുടെയും ആദ്യ രാത്രിയാണെന്നുള്ള കാര്യം മോൾ മറന്നോ? ഓ അത് ഞാൻ ഓർത്തില്ല. ആഹാ, ഇതിവിടെ ഇരിക്കുകയായിരുന്നോ? ആ, രണ്ടാം കെട്ടുകാരനല്ലേ, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഗ്ലാസ് ഇങ്ങെടുത്തെ. സോറി കേട്ടോ. ഞാൻ സിഗരറ്റ് വലിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചേട്ടൻ ഇന്നും ഒരു സിഗരറ്റ് വലിക്കണ്ട. എന്നാ വലിക്കണ്ട. പാല്. അയ്യോ അയ്യോ, എന്നെ ഒന്ന് നിലത്ത് നിർത്ത്, ഞാൻ പറയാം. താനൊന്നും പറയണ്ടോ ചേട്ടെ. അച്ഛനെ കൊണ്ട് കെട്ടിച്ച് എന്നെയും പഞ്ചമി ഒതുക്കാന്ന് കരുതിയോ? എന്തോ എന്റെ പൗർണമിയുടെ മുമ്പിൽ തന്റെ നിഴല് പോലും കണ്ടേക്കരുത്. തന്റെ കേസ് കെട്ടവള് കത്തിക്കും. അയ്യോ കത്തിക്കണ്ട, യാത് പ്രതിക്കും പറയാനുള്ളത് കോടതി പോലും കേൾക്കും. നിങ്ങൾ എന്നെ നിലത്ത് നിർത്തി, ഞാൻ പറയാം. ഇനി പറ. ഞാൻ MDRന്റെ ലീഗൽ അഡ്വൈസർ ആണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. മുതലാളിയെ വഞ്ചിച്ച് ഔട്ട് ഓഫ് ദ ഡേയിലാണ് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി ചെയ്യുന്നത്. മുതലാളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാതിരിക്കാൻ എന്റെ മനസാക്ഷി അനുവദിച്ചില്ല. അതിന് കല്യാണമാണോ ചെയ്തു കൊടുക്കുന്നത്? മുതലാളിക്ക് ഇപ്പൊ അതാ വേണ്ടത്, അതുകൊണ്ട് അത് ചെയ്തു കൊടുത്തു. അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയെന്ന് തനിക്കറിയോ? ഒന്നും തന്നെ സംഭവിക്കാൻ പോണില്ല. അവർ നിങ്ങൾക്ക് നല്ലൊരു അമ്മയായിരിക്കും. നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലൊരു അമ്മായി. ഉറപ്പാണോ? ഉറപ്പ്. അല്ലെങ്കിലേ വക്കീലിന്റെ എല്ലും ഞാൻ ഊരെടുക്കുവേ. ദേ, ഈ ബോഡിയിൽ നിന്ന് എല്ലും കൂടി പോയി കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ടായിരിക്കും കാണാൻ. എന്നെ കുറിച്ചെങ്കിലും എനിക്കൊരു വിചാരമില്ലാതിരിക്കോ? നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. പാർവതി ഒരു പാവം കുണ്ടൂരുകാരിയാ. ചാരുലതേ, ഓ ചന്ദ്രമതി, കോഫി എടുത്തോളൂ. ചാരുലതേ, ചന്ദ്രമതി, ചാരുലതേ, ചന്ദ്രമതി, ചന്ദ്രമതി, ചന്ദ്രമതി. ഈ തൊള്ളത് എവിടെ പോയി കിടക്കുന്നു രാവിലെ? ഇവളെവിടെ പോയി കിടക്കുന്നു? ചാരുലതേ, മോളെ വെളുപ്പിന് വെറുതെ വിളിച്ച് തൊണ്ട കളയണ്ട. ചാരുലതയും ചന്ദ്രമതി അവരവരുടെ വീടുകളിലേക്ക് പോയി. എന്നോട് പറയാതെയോ? പറഞ്ഞിട്ടേ പോകൂന്ന് അവര് വാശി പിടിച്ചതാ. നിങ്ങൾ രണ്ടുപേരോടും വിവരം പറഞ്ഞോളാന്ന് ഞാനാ പറഞ്ഞത്.
എന്ന് വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. അവരിനി വരത്തില്ല. അതെന്താ? ഞാൻ അവരെ പിരിച്ചുവിട്ടതാ. ആരോട് ചോദിച്ചിട്ട് പിരിച്ചുവിട്ടു? 2 മരുമക്കളുള്ളൊരു വീട്ടില് ജോലിക്കാരിയുടെ ആവശ്യം എന്താ? അത് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ? ചിറ്റമ്മ. ഒരു ചിറ്റമ്മയ്ക്ക് അതിനുള്ള അവകാശം ഇല്ലേ മക്കളെ? അവകാശവും അധികാരമൊക്കെ കിളവന്റെ അടുത്ത് മതി. ഇങ്ങോട്ട് എടുക്കണ്ട. ഒരു ജോലിക്കാരിയുടെ സ്ഥാനം പോലും നിങ്ങൾക്ക് തരുമെന്ന് കരുതണ്ട. അയ്യോ, മര്യാദയ്ക്ക് എന്റെ സെർവന്റിനെ വിളിച്ച് മാപ്പ് പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ അയ്യോ സ്വഭാവം പറയുന്ന കേക്ക് ശബ്ദം పోనీ పోనీ అంటే తల మీద ఎక్కుతావా? నేను గుంటూరు పార్వతిని అంటేనా? అత్తగారు వెనగనే కోడలు, అది మీకు తెలియదా ఇంతవరకు? ఇక్కడ చూడు, మర్యాద అయితే మర్యాద, లేకపోతే నేను నీకనా నీచదాన్ని తెలుసుకో. ഞാൻ ആരെന്ന് നിനക്ക് അറിയണം അല്ലടി? നിന്റെയൊക്കെ അമ്മായിയപ്പന്റെ ഭാര്യ. ഞാൻ നിന്റെയൊക്കെ വേലക്കാരിയെ വിളിച്ച് മാപ്പ് പറയണം అల్లడి? సర్వంటులు పెద్దదాన్ని తీసుకొచ్చి ఇవ్వడానికి మీరిద్దరు అంత పెద్దవాళ్ళా? నేను గుంటూరు పార్వతి అంటేనా? నీకు నా పెట్ట చవిటేలని చూసే చానవే జాగ్రత్త. എന്താ പ്രശ്നം? డ్రైవర్ గాడికి ఇక్కడే నేను ఎక్కడ ఉన్నానో అక్కడ ఉంటావు. బయట పో. ఇక్కడికి పోడా. അത് മലയാളത്തിൽ പറഞ്ഞാ പോരെ, ഇംഗ്ലീഷിൽ പറയണോ? പോടാ. അല്ല, ഇതെന്താ ബാധ കയറിയോ? ബാധ കയറിയടാ നിന്റെ തന്തയ്ക്ക്. അയ്യോ ചേട്ടാ, ചേട്ടൻ ഒന്നും തോന്നരുത്. തന്തയ്ക്ക് പറയേണ്ടടുത്ത് തന്തയ്ക്ക് തന്നെ പറയണം. എനിക്ക് ദേഷ്യവും മനപ്രയാസവും ഒക്കെ വന്നാ പിന്നെ ഞാൻ പിതൃഭാഷയെ ഉപയോഗിക്കും. അതുകൊണ്ട് എന്റെ മക്കളും മരുമക്കളും ഒക്കെ കേൾക്കാൻ വേണ്ടി പറയുക, എന്നെ കൊണ്ട് തെലുങ്ക് പറയിപ്പിക്കരുത്. നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാനൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തോത്തിനാണ് ആണെന്നും പറഞ്ഞ് മീശയും വെച്ചോണ്ടിങ്ങനെ കേറി പോടാകത്ത് പെങ്കോന്തന്മാര്. അങ്ങോട്ടോടെ പോ, കേറി അടുക്കളയിൽ. ഇനി മുതൽ ഇവിടെ ഒരൊറ്റ അടുക്കള മതി, മനസ്സിലായല്ലോ? പോ ചെല്ലേ, പോ, എല്ലാരും പോക്കോ. ചേട്ടാ എങ്ങനുണ്ട്? ഇന്നത്തേക്ക് ഇത് മതി പാർവതി. നിന്റെ സ്വഭാവം അവർക്ക് ശരിക്കും മനസ്സിലായി. ഇതൊരു സൂചന മാത്രം. ആദ്യം ഞാനും ഒന്ന് പേടിച്ചു. ഇനി തെലുങ്ക് പറയുമ്പോ അതിന്റെ അർത്ഥം കൂടി എനിക്കൊന്ന് പറഞ്ഞു തരണം. അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇതിലില്ല. ആണോ? ആ